ഗുഡ് മോർണിംഗ്. നേരം വെളുത്തിട്ടുള്ളൂ കേട്ടോ, 6 മണിയായി. എണീറ്റു, പല്ല് തേച്ചു, ചായ വെച്ചു. അപ്പോൾ വിചാരിച്ചു വീഡിയോ എടുക്കാമെന്ന്. കുറേ നാളായിട്ടുണ്ടല്ലോ, അപ്പോൾ തിരിച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് നമ്മുടെ വീഡിയോസ്. നല്ല രീതിക്ക് പോകുമെന്ന് വിചാരിക്കുന്നു. പിള്ളേരൊക്കെ ഉറങ്ങാണ്, ആമി ഏറ്റിട്ടുണ്ട്. നമുക്ക് കാണാം, ചേട്ടൻ്റെ അടുത്ത് ആമി ഇരിക്കുന്നുണ്ട്. ചേട്ടൻ നല്ല ഉറക്കത്തിൽ തന്നെയാണ്. ചക്കന്മാരെ എണിപ്പിക്കാൻ പോണം. അപ്പോ കൂട്ടു അപ്പൊ കൂട്ടന്മാരെ ഇതെന്തെന്നാ കിടക്കണു. ഗുഡ് മോർണിംഗ്. ഇതാ കൂട്ടു ഗുഡ് മോർണിംഗ് പറയാട്ടാ. ഭയ എനിക്ക് ഗുഡ് മോർണിംഗ് വേണ്ട ഉറങ്ങിയ ഭയ. ഞങ്ങൾ താഴത്തേക്ക് ഇറങ്ങി പോട്ടേട്ടാ. മാതാവിനൊരു പ്രാർത്ഥിച്ചിട്ടൊക്കെ പോവാം. ആണ് ഞാൻ മാതാവിനെ ഒരുക്കി വെച്ചേക്കാം. യേശുവേ കാത്തോളൂ മാതാവ്. വെള്ളം കുടിച്ചോളാട്ടാ. ആമിക്കുട്ടി അങ്ങനെ വടി പോണില്ലേ? എന്തുട്ടത്? കരോട്ടൻ്റെ കർട്ടൻ്റെ കമ്പി വലിച്ചൂരിയത്. മാല എന്തിനാ കയ്യില്? മാല നോക്കട്ടെ, സുന്ദരിയാണോ നോക്കട്ടെ. കുളി കഴിഞ്ഞ് അങ്ങാടിയെ പോവാൻ ഒന്ന് കറങ്ങിയേ. മതി ഇനി ഇറങ്ങണ്ട. ഞാൻ പേടിച്ചു. ഭയ മുടി കേട്ടാ ഭയ. ലൈറ്റ് കത്തണ ഷൂ ആണ് അല്ലേ? ഏതെങ്കിലും ഒന്ന് പറയും. പപ്പനെ വെട്ടിച്ചു പോവാനാണ്. ഈശോ ടാറ്റാ.
അങ്ങനെ 3 പോയി, പപ്പയും പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 5 മിനിറ്റ് ഇങ്ങനെ കിടന്നില്ലെങ്കിൽ ഒരു സുഖമില്ല. കാരണം തണ്ടൽ വേദനയുണ്ടേ. തണ്ടൽ വേദനയുള്ള കാരണം രാവിലത്തെ പണികൾ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവർ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 10 മിനിറ്റ് അല്ലെങ്കിൽ 5 മിനിറ്റ് ഒന്നിങ്ങനെ കിടക്കണം, എന്നിട്ട് ഭക്ഷണം കഴിക്കുള്ളൂ. അല്ലെങ്കിൽ വയ്യ. ഇപ്പോൾ കുറച്ച് നാളായിട്ട് ഇങ്ങനെ തണ്ടൽ വേദന, ഭയങ്കര തണ്ടൽ വേദനയാണ്. അപ്പോൾ ഇനി ശരിയാവും എന്ന് വിചാരിക്കുന്നു. കാരണം ഡെലിവറിയുടെ കുറച്ച് ബുദ്ധിമുട്ടുകളാണ് ഇപ്പോഴും ബോഡി കാണിച്ചുകൊണ്ടിരിക്കുന്നത്. കുറച്ച് കഴിഞ്ഞാൽ മാറുമെന്ന് വിചാരിക്കുന്നു. പിന്നെ വീട്ടിലിങ്ങനെ ഹെൽപ്പ് ചെയ്യാനൊന്നും ആരും ഇല്ലല്ലോ, ഒക്കെ നമ്മൾ തന്നെയല്ലേ ചെയ്യണത്. അപ്പം അതിൻ്റെയാണെന്ന് തോന്നുന്നുണ്ട്. പിന്നെ ഉണ്ണികളെ മേയ്ക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 3 മേയ്ക്കുക എളുപ്പമല്ല. നല്ല കുറുമ്പുള്ള, അത്യാവശ്യം നല്ല കുറുമ്പുള്ള പിള്ളേരെ. പിന്നെ പിള്ളേരായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരെ കുറേ എന്തോരം നമ്മൾ അടിക്കും. അവർക്ക് അവരുടെ ബേസിനൊക്കെ കഴുകി ഇവിടെയൊക്കെ നീറ്റാക്കി തുടച്ച് വെച്ചിട്ട് നമുക്കിത് എന്തെങ്കിലും മാറ്റി വെക്കാൻ പറ്റാത്ത സാധനങ്ങളാണ് ഈ ഹാൻഡ് വാഷ്. പിന്നെ അപ്പാപ്പന് ഏത് നേരവും ഇവിടെ നിന്നിട്ടാണ് മുടി ഈരണം. അപ്പോൾ അതിൻ്റെ വെളിച്ചെണ്ണ, അതുപോലെ തന്നെ ബ്രഷ്, അത് നമുക്കൊന്നും മാറ്റി വെക്കാൻ പറ്റില്ല. ഇവിടെ ഇങ്ങനെ കുറച്ച് അല്ലറ ചില്ലറ ഐറ്റംസ് ഉണ്ട്. അതിൻ്റെ ഇടയിൽ അവിടെ വെച്ച് കഴിഞ്ഞാൽ പിള്ളേർക്കൊക്കെ എത്തില്ല, അങ്ങോട്ട് എത്തില്ല. അപ്പോൾ ഇവിടെ ആകുമ്പോൾ ഒരു കപ്പിലൊക്കെ ആകുമ്പോൾ അവർക്ക് ഇങ്ങനെ എടുത്തിട്ട് പല്ല് തേക്കാമല്ലോ. അപ്പോൾ അത് കാരണം കുറച്ച് സാധനങ്ങൾ ഇതിൽ വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ ഇങ്ങനെ കണിയാണ്ട കുപ്പികളൊക്കെ കിട്ടുമ്പം കുപ്പിയിൽ കുറച്ച് മണി പ്ലാന്റൊക്കെ ആക്കി വെക്കും. അപ്പോൾ എൻ്റെ ഈ 2 കുപ്പിയിലത്തെ വേറെ ചെടികൾ ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു, അത് നാശമായിപ്പോയി. അപ്പോൾ അത് ഞാൻ മാറ്റി പകരം ഞാൻ വീണ്ടും മണി പ്ലാന്റ് തന്നെ വെക്കുകയാണ് കേട്ടോ. അത് വെക്കുമ്പോഴൊരു പ്രത്യേക ഭംഗിയാണ്. എനിക്കത് ഭയങ്കര ഇഷ്ടം, ഇങ്ങനെ അകത്തൊക്കെ ഇങ്ങനെ കൊണ്ടുവന്ന് വെക്കാനൊക്കെ. അധികം കാടാകുമ്പോഴേക്കും കാട് പോലെ വളരുമ്പോഴേക്കും മാറ്റും. ഇനി ഉണ്ട് എൻ്റെ കയ്യിൽ, അവിടെ ഇവിടെയൊക്കെ കുത്തി തിരികെ വെക്കും ഞാൻ. ചിലതിൽ വേര് വന്നിട്ടുണ്ട്. അപ്പം ഞാൻ എന്തായാലും വീഡിയോ കട്ട് ചെയ്തിട്ട് വെക്കട്ടെ കേട്ടോ. ചിരിയുടെ അങ്ങനെ ഇപ്പം എൻ്റെ പണികളൊക്കെ കഴിഞ്ഞു. അടിച്ചുവാരൽ കഴിഞ്ഞു, തുടക്കൽ കഴിഞ്ഞു. തുണി ഇന്നലത്തെ ഉണ്ടായിരുന്നു കുറച്ച് അലക്കിയത്, അപ്പോൾ അതൊക്കെ മടക്കി വെച്ചു. വീടൊക്കെ വെടുപ്പാക്കി വെച്ചിട്ടുണ്ട്.
സമയം കാണിച്ചല്ലേ എത്ര മണിയെന്നുള്ളത്? കണ്ടറ മോനെ, സമയം 2 മണി. 2 മണിയായിട്ടുണ്ട് കേട്ടാ. പിന്നെ ചോറുണ്ണാം. വാതിലൊക്കെ ഒന്ന് അടയ്ക്കട്ടെ കേട്ടാ. ഈ നേരമാകുമ്പോൾ ഞാൻ വാതിലൊക്കെ ഒന്ന് അടയ്ക്കും. ചോറുണ്ണാൻ പോണം. ഇതെന്താണോ ഇരുട്ട് പോലെ ഇരിക്കണേ? ചോറ് ഇത് ഭയങ്കര ഇരുട്ടാണുള്ള. 1 മിനിറ്റ്. ഇത്ര നേരം ഒരു ഇരുട്ട് പോലെയായിരുന്നു കേട്ടോ. ചോറ്, പിന്നെ ഇന്നലത്തെ പോത്ത്, കോഴി ഓളിയിട്ടുണ്ട്, കോഴീനെ അഴിച്ചു വിടണം. അപ്പോൾ പോത്തും 2 ഉരുളൻകിഴങ്ങ് ഞാൻ ഇട്ടു. ഇങ്ങനെ ഇത്തിരി ചാറോട് കൂടി, കട്ടിയുള്ള ചാറോട് കൂടിയിട്ട് വേണം. അപ്പോൾ അവന് ചാറ് വേണം കറിക്ക്. അപ്പോൾ ചോറൊന്നുകൂടി കാണിച്ചു തരാം കേട്ടോ. ചോറ് ഇരുട്ടത്തല്ലേ നിങ്ങൾ കണ്ടത്? ചോറ്, പിന്നെ പോത്തിറച്ചി, പിന്നെ അതേ വീട്ടിൽ നിന്ന് അപ്പം കാണാൻ വന്നപ്പോൾ മീനിൻ്റെ അച്ചാറുണ്ടാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഇതാണ്. പിന്നെ അതേ ഇവിടെ നെല്ലിക്ക് ഉപ്പിലിട്ടതിരിക്കുന്നുണ്ട്. പിന്നെ ഇത് എന്തിട്ടാണെന്നറിയോ? പപ്പകായ ഉപ്പിലിട്ടത് നല്ല രസാട്ടോ. ഒരെണ്ണം എടുക്കട്ടെ. പറഞ്ഞപ്പിക്കും വായിന്ന് വെള്ളം വന്നു. പപ്പായ ഉപ്പിലിട്ടതൊരെണ്ണം കഴിക്കാം. നല്ല രസമാണ്. ഭയങ്കര ഇഷ്ടമായി പപ്പക്കായ ഉപ്പിലിട്ടത്. ഇതിൽ പച്ചമുളക് ഇട്ടിട്ടില്ല കേട്ടോ പാപ്പ. എന്താ വെച്ചിട്ടുണ്ടെങ്കിലേ ഉണ്ണിയോള് കഴിക്കുന്നതല്ലേ. നല്ല കാറ്റുണ്ട്. അപ്പോൾ ചോറിനട്ടെ. അതിനായിട്ട് 30 കാര്യം കൂടി ചെയ്യാണ്ട്. കോഴിക്ക് തീറ്റിട്ട് കൊടുക്കണം. വന്നൂടാ. ഒരു കോഴി എങ്ങനെയോ ചാടി പോന്നിട്ടുണ്ട് കൂട്ടീന്ന്. എങ്ങനെയാടി പോന്നേ? എനിക്കൊരു ചാത്തൻ കോഴി ഉണ്ട്. അവൻ ഡേഞ്ചറാ. അപ്പോൾ അവനെ തുറന്നിടണ വഴി ഇതിങ്ങനെയാണ്. എനിക്ക് പേടിയാ. നല്ല കൊത്തും. അയ്യോ, തുറക്കാൻ പറ്റണില്ലല്ലോ ദൈവമേ. ഇപ്പോൾ വരുട്ടോ. അപ്പോൾ ചാടി വരുവ. അമ്മേ വരുന്നടാ മുതല്. കണ്ട കൊത്തും അവൻ. നല്ല കൊത്തും. മുട്ട എടുക്കാൻ പോലും എനിക്ക് പോകാൻ പറ്റില്ല. നല്ല പേടിയാവും. നല്ല കുത്തോണ കാരണം സൗണ്ട് കേൾക്കുമ്പോഴേക്കുണ്ടാ. നോക്കണേടാ. ഇതൊരു പ്രത്യേക തരം വെള്ളമാണല്ലോ. എന്ത് വെള്ളമാണ്? ഞാൻ മൂന്നാർക്ക് പോയിട്ട് വന്നപ്പോൾ ശർക്കരയും ഇഞ്ചിയും ആക്കിയിട്ടുള്ളത് ശർക്കര വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ശർക്കര ഉണ്ട ശർക്കര ഇടല്ലോ, ഒരു ഉണ്ട പോലെയുള്ള കിട്ടുന്ന ആ ശർക്കര വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ശർക്കരയും അതിൽ തന്നെ ഇഞ്ചിയുണ്ട്. അതിട്ടിട്ട് വെള്ളമാണിത്. ചായയല്ല കേട്ടോ. ആ ശർക്കരയും ഇഞ്ചിയും കൂട്ടി കലർത്തിയ വെള്ളം. അതിലേക്ക് ഞാനൊരു ചെറുനാരങ്ങ പിഴിഞ്ഞു. പിന്നെ നമ്മുടെ ശംഖുപുഷ്പം, ആ ശംഖുപുഷ്പം തിളപ്പിച്ചിട്ട് അതിൻ്റെ വെള്ളം കൂട്ടി ഇതിലൊഴിച്ചു. എന്നിട്ട് ഇത് ഞാൻ ഒരു ഗ്ലാസ് കുടിക്കും. ഗ്യാസൊന്നും വരാണ്ടിരിക്കാൻ നല്ലതാണല്ലോ, ഇഞ്ചിക്കല്ലേ. അപ്പോൾ അത് ഞാനൊരു ഗ്ലാസ് കുടിക്കും. നല്ല രസമാണ്. ഒരു ഗ്ലാസ് ഞാൻ കുടിക്കും. ബാക്കിയുള്ളത് ഞാൻ ഫ്രിഡ്ജിലേക്ക് വെക്കും. ഇപ്പോൾ നേരിയൊരു തണവുണ്ട് കേട്ടോ. ഇനി പിള്ളേർ വരാണ്ട് മുപ്പാട് നല്ല രസം. അപ്പോൾ ഒന്ന് പുറത്തേക്ക് ഇറക്കി വെക്കും. എന്നിട്ട് പിള്ളേർ വന്നു കഴിഞ്ഞാൽ 3 ആൾക്ക് ഒരേ ഗ്ലാസ് കൊടുക്കും. ഇത് ഫ്രിഡ്ജിലേക്ക് വെക്കട്ടെ കേട്ടോ. ഇതെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ പിള്ളേരുടെ എന്തെങ്കിലുമൊക്കെ വരയ്ക്കാനുണ്ടാവും. അത് ചെയ്യാൻ പറ്റാണ്ട് കുറച്ചവിടെ വെച്ചിട്ട് പോയിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാനത് ചെയ്യുന്നു. ഇപ്പോൾ സ്കൂൾ തുടങ്ങിയിട്ടുള്ളൂ. പക്ഷേ കുറച്ച് വർക്കുകൾ മുന്നേ തന്നെ കൊടുത്തു വെച്ചിട്ടുണ്ടാവും. അപ്പോൾ അതിലെന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ ചെയ്യാൻ സഹായിക്കാറുണ്ട്. അപ്പോൾ പടങ്ങൾ വരയ്ക്കാനൊക്കെയാണേ ഞാൻ അവരെ സഹായിക്കും. എന്നെ കൊണ്ട് പറ്റാവുന്ന പോലെ. അവർക്ക് ഇഷ്ടമായില്ലെങ്കിൽ അവർ വന്നിട്ട് ബാക്കി ചെയ്യും. എന്തായാലും ചെയ്യാൻ പറയും. ഞാൻ വരയ്ക്കാനൊക്കെ ഉണ്ടെങ്കിൽ മമ്മി ചെയ്തോളോട്ടാന്ന് പറയും. അങ്ങനെ കുറച്ച് വരയ്ക്കാനുണ്ടായിരുന്നു. അതിന്ന് ചെയ്യാട്ടോ. ഇപ്പോൾ 2:30 ആവാറായിട്ട് 2:30ക്ക് ഞാനൊരു സീരിയൽ കാണും. കുറച്ച് നാളായിട്ടുള്ള സീരിയൽ കണ്ടു തുടങ്ങിയിട്ട്.
ഏകദേശം ഒരു മാസം 1.5 മാസം ആയിട്ടുണ്ടാവും ഞാനൊരു സീരിയൽ കാണുന്നുണ്ട്. എന്താ സീരിയലിൻ്റെ പേരറിയോ മീ? സീരിയൽ ഇപ്പോൾ സ്കൂള് പൂട്ടിയിട്ടല്ലായിരുന്നു, ഒന്നും കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇന്ന് കാണണം എന്ന് തോന്നുന്നുണ്ട്. നല്ല റൊമാൻറ്റിക് ആയിട്ടുള്ള ഒരു സീരിയലാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അത് കാണണം. 2:30 ആകുമ്പോൾ, അത് 3 മണിയാകുമ്പോൾ അവസാനിക്കും. അപ്പോൾ തന്നെ ഞാൻ ഇവിടെ ഇറങ്ങും ആമീനെ കൊണ്ടുവരാൻ. 3 മണിയാകുമ്പോൾ ആമീനെ കൊണ്ടുവരണം അംഗനവാടിയിൽ നിന്ന്. 2:30 ആവാറായിട്ടുണ്ട്, 5 മിനിറ്റ് കൂടി ഉള്ളൂ. അപ്പോൾ ഇവരെ വരച്ച് കഴിഞ്ഞു, അധികമൊന്നും ഇല്ല. രണ്ടാൾക്കും ചെറിയൊരു ട്രീ മാത്രമേ വരച്ച് കൊടുത്തിട്ടുള്ളൂ. സീരിയൽ കാണാം. സീരിയൽ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഒരു പരസ്യമൊക്കെ വരുമ്പോൾ വേഗം ഒന്ന് പോയി കുളിക്കണം. ഈ സീരിയലാണ് മക്കളെ ഞാൻ 2:30 ആകുമ്പോൾ കാണാറുള്ള സീരിയൽ, ഏതോ ജന്മകൽപ്പനയിൽ. സീരിയൽ കാണുന്ന സമയത്ത് ഞാൻ ചെയ്യണ ഏക ഒരു കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ, ഇത് വെളിച്ചെണ്ണ ചൂടാക്കിയതാണ് കേട്ടോ, അത് ഞാൻ തലയിൽ പരറ്റും. ഇത് ചേച്ചിയുടെ കണ്ണീരപ്പാനല്ല, ചേച്ചിയുടെ സുന്ദരമായ ജീവിതത്തിന് എന്നും ആശ്വാസമാകുന്ന ഒരു അത്ഭുത തോന്നലേ. എങ്ങനെയുണ്ടോ? ഇഷ്ടമായോ? നീ തരുന്നില്ല എനിക്ക് ഇഷ്ടമാവുന്ന അറിയ ശ്രീ മതി മതി. ചേച്ചി അടിക്കുന്നവരുടെ പിന്നാലെ നേരമായി രാഹുലത്തിന് മുമ്പ് ഇറങ്ങാൻ തുടങ്ങും. ഇന്നത്തോടെ ആ മോഹം ഈശ്വരൻ വിളിക്കുന്നു. ഇനി നാളെ നാളെ എന്റെ കാര്യമല്ലേ അമ്മ, അങ്ങനെ ഈശ്വരൻ സൂക്ഷിക്കണം. നാളെ മറ്റന്നാളൊക്കെ ഈ ശ്രുതികുമാരി ലക്ഷ്മി വീട്ടിൽ തന്നെ ഉണ്ടാവും. കൂടി അത് നീ അവിടെ ഇരിക്കുന്നത്. എല്ലാവരും ഇങ്ങനെ കിണാരം നിൽക്കാതെ ഒന്ന് വേഗം വന്നേ, സമയമായി. അപ്പോൾ ഞാൻ ആമിക്കുട്ടീനെ അംഗനവാടിയിൽ നിന്ന് കൊണ്ടുവന്നു. പിന്നെ ഒരു പാക്കറ്റ് പാല് വാങ്ങിച്ചു. പിന്നെ എന്താ അതിനെ പറയാ, ബൂസ്റ്റ് 2 വാങ്ങിച്ചു കേട്ടോ. ഇനി ഇവരെ പാല് കാച്ചിട്ട് വേണം ചേട്ടന്മാരെ കൊണ്ടുവരാൻ പോകാനായിട്ട്. ഇപ്പോൾ 3:30 ആയിട്ട്, 3:45 അവരെ കൊണ്ടുവരാനായിട്ട് പോകണം. ആണോ? ഗുഡ് ഗേൾ. ഞാൻ വാങ്ങിച്ചു കൊടുത്ത മിഠായില്ലേ, എനിക്ക് ഇത്തിരി തന്നില്ലല്ലോ. ഒന്ന് കടിക്കാൻ തരുമോ? ഒരു കടിക്കട്ടെ. മൂട് ഭാഗം എനിക്ക് കടിക്കണ്ട, മിഠായിയുടെ മൂട് ഭാഗം എനിക്ക് ചോക്ലേറ്റുള്ള ഭാഗം കഴിച്ചാൽ മതി. അപ്പോൾ അപ്പൂനും കുട്ടനുള്ള പാല് തിളപ്പിച്ചിട്ട് ഞാൻ ദേ പോവാണ് കേട്ടാ. എത്തി, അവർ ദേ പാല് കുടിക്കുന്നു, ഞാൻ ദേ ഇവിടെ ചായ കുടിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയ്ക്കൊക്കെ ഉള്ളൂ കേട്ടോ. അടുത്ത വീഡിയോ ആയിട്ട് വേറൊരു ദിവസം വരാം. അതുവരെയ്ക്കും എല്ലാവർക്കും ബായ്. അച്ചപ്പം കൂടി കഴിക്കട്ടെ. നിങ്ങൾക്ക് വേണോ അച്ചപ്പം? വേണോ? അപ്പൂനോ കുട്ടൂനോ? എന്നാ ആമിക്ക് വേണോ അച്ചപ്പം? വേണോ? അവിടെ ഇരുന്ന് കഴിക്കിട്ടാ, ഇരുന്ന് കഴിക്കി.